ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അല്പസമയം നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ബ്ലെസ്സിങ്സ് എന്നൊരു വാക്ക് ഇംഗ്ലീഷ് നമുക്കറിയാം. ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസാദം എന്നുള്ള ഒരർത്ഥത്തിലാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച അനേകം ആളുകളെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കേൾക്കാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിച്ചത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ദൈവം അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, അബ്രഹാമിനെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും. ബ്ലെസ്സിങ്സ് ദൈവത്തിൽ നിന്ന് ലഭിച്ച വലിയ അനുഗ്രഹം എന്താണെന്നൊക്കെ നമുക്കറിയാം. ആ അനുഗ്രഹത്തെ കുറിച്ചൊക്കെ പിന്നീടുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. ഇത് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹമാണ്. പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 28-30 വാക്യങ്ങളിൽ വിശുദ്ധ കന്യകമറിയാമിന് ലഭിച്ച അനുഗ്രഹമാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം. അത് നമുക്ക് വാക്കുകൾ അറിയാം. കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളെന്നാണ്. അതാകുന്നു വായിച്ചത്. ദൂതൻ അവളുടെ അടുക്കലകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ എനിക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വാഴ്ത്തപ്പെട്ടവൾ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ബ്ലെസ്സിങ്സ് എന്നാണ്. നമ്മളെ സാധാരണ ഈ കൃപ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥനയിൽ, കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വനിതയാണ് വിശുദ്ധ കന്യകമറിയം. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ. എൻ്റെ 48-ാം വാക്യത്തില് കന്യകമറിയം തന്നെ ഒരു പറയുന്ന ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് നമുക്ക് വായിക്കാം. 48 മാത്രം. 48. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ നീ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ എല്ലാ തലമുറകളും തലമുറയായിട്ട് കന്യകമറിയാമിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യവതിയാണ് എന്നുള്ള പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാനും, ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകുവാനും, ലോകത്തിൻ്റെ രക്ഷാകരമായ ആ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാകുവാനും ദൈവം വിശുദ്ധ കന്യകമറിയാമിനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പല ഭാഗങ്ങളിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 21:3 നന്മയുടെ അനുഗ്രഹങ്ങളുണ്ട്. സദൃശ്യവാക്യം 28:20 വിശിഷ്ട പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണനാകുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് എഫേസ്യർ 1:13.
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാണ്. ശത്രുക്കളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5:44. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം എന്നുള്ളതാണ്. റോമർ 12:14 ശപിക്കാതെ അനുഗ്രഹിക്കണമെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ശത്രുക്കളെ അനുഗ്രഹിക്കുക എന്നുള്ളത് ഒരു പ്രയാസപ്പെട്ട കാര്യമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാം. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത് നിങ്ങൾ ക്ഷമിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം എന്നുള്ളതാണ്. ഏറ്റവും മാനുഷികമായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ശത്രുക്കളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള അനുഗ്രഹങ്ങളാണുള്ളത്. ഒന്ന് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും, ആത്മീയമായ അനുഗ്രഹങ്ങൾ. മറ്റൊന്ന് ഭൗതികമായ ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. ആത്മീയമായ അനുഗ്രഹങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൽ ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് രക്ഷ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആത്മീയ അനുഗ്രഹങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ദൈവാനുഗ്രഹം, ദൈവകൃപ, ദൈവപ്രസാദം എന്നൊക്കെ നമുക്ക് ആ വാക്കുകളെ കൊണ്ട് അതിനെ വിശേഷിപ്പിക്കാം. പിന്നെ നമുക്ക് ഒരു അനുഗ്രഹമാണ് ആത്മീയമായ ഒരു കൂട്ടായ്മ ലഭിക്കാനുള്ളത്. ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാനും ഒക്കെ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ അവസരമാണ് ആത്മീയ അനുഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ വചനം ഗ്രഹിക്കുവാനുള്ള കഴിവ്, ദൈവവചനം നമുക്ക് മനസ്സിലാകാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് നൽകുന്നത് ഒരു ആത്മീയാനുഗ്രഹമാണ്. പിന്നെ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അനുഗ്രഹമാണ് ദൈവവിളി എന്ന് പറയുന്നത്. അത് കുറച്ച് ആളുകൾക്ക് മാത്രമേ ദൈവവിളി ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വേല ചെയ്യുവാനും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെയായി അച്ഛന്മാരായിട്ടോ പാസ്റ്റർമാരായിട്ടോ ഇടയന്മാരായിട്ടോ ഒക്കെ ലഭിക്കുന്ന വിളി, കർത്താവിൻ്റെ വേലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വിളി, ഇതൊക്കെ ആത്മീയമായ അനുഗ്രഹങ്ങളിലൂടെ ലഭിക്കുന്നതാണ്. ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. നമുക്ക് നല്ല ആരോഗ്യം, മാനസികമായ ആരോഗ്യവും അതുപോലെ തന്നെ ശാരീരികമായ ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ഒരു ദൈവാനുഗ്രഹമാണ്, ഭൗതികമായ അനുഗ്രഹമാണ്. നല്ലൊരു തൊഴിൽ ലഭിക്കുക എന്നുള്ള ദൈവികമായ ഒരു അനുഗ്രഹമാണ്. നല്ല സമ്പന്നരായിരിക്കുക എന്നുള്ള ദൈവികമായ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഒരു കുടുംബം നമുക്ക് ലഭിക്കുക എന്നുള്ളത്, ആ കുടുംബത്തിലേക്കുള്ളൊരു വിളി, ദൈവവിളിയോടെ തന്നെ ഗൃഹസ്ഥാശ്രമം എന്നൊക്കെ പറയും. അത് ഒരു കുടുംബത്തിൻ്റെ നാഥനായിട്ടോ നാഥയായിട്ടോ ഒക്കെ ദൈവം വിളിച്ച് ആക്കും. അപ്പൊ അതിന് ദൈവം നല്ല ജീവിത പങ്കാളിയെ നൽകുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നല്ല മക്കളെ നൽകുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. മക്കളുടെ മക്കളെയൊക്കെ കാണാൻ കഴിയുക എന്നുള്ളത് അതും ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. നമുക്ക് നല്ലൊരു വീട് നൽകുക എന്നുള്ളത് ദൈവാനുഗ്രഹമാണ്, ദൈവം ലഭിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു വാഹനം ലഭിക്കുക എന്നുള്ളത് ദൈവാനുഗ്രഹം. ഇത് അങ്ങനെ അനവധി കാര്യങ്ങൾ, ഭൗതികമായ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ട്. ദൈവ അനുഗ്രഹം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കാമല്ല. ഭാരതീയ ഒരു കൺസെപ്ഷൻ, അതായത് ഭാരതീയ ഒരു വീക്ഷണം എന്ന് പറയുന്നത് അനുഗ്രഹം ലഭിക്കേണ്ടത് മാതാ, പിതാ, ഗുരു, ദൈവം. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കണം, പിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കണം, ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹമൊക്കെ ലഭിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കരുതാത്ത അനേകം ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. എൻ്റെ പരിചയത്തിലുള്ള ഒരു കുടുംബം മാത്രമേ. അപ്പോൾ മാതാവ് ഈ കുടുംബത്തോടു കൂടെ താമസിക്കുന്നത് ആ കുടുംബത്തിലെ മരുമകൾക്കും മറ്റുള്ളവർക്കും ഒന്നും താല്പര്യമില്ല. അപ്പോൾ ആ മാതാവിനെ വേറൊരു വീട് വാങ്ങി അതിനകത്ത് ഒറ്റയ്ക്ക് താമസിപ്പിച്ചിരിക്കുകയാണ്. അവരെ നോക്കാനായിട്ട് ഒരാളൊക്കെ വെച്ചു കൊടുത്തു. ഈ വീട്ടിൽ നിന്നുള്ള അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ പോലും, കട്ടിലും അവരുടെ അലമാരയും ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ പോലും കൊണ്ടുപോകാനായിട്ട് അനുവദിക്കാതെ
ആ വീട്ടിൽ പുതിയ സാധനങ്ങൾ സെറ്റ് ചെയ്യുകയും അവരെ അതുപോലെ നമുക്കൊക്കെ അപ്പോൾ അത് ആ ഭൗതികമായ കാര്യങ്ങളിലല്ല അവർക്ക് ആവശ്യമായി കണ്ടുള്ളത്. അവർ അവരുടെ മക്കളുടെ കൂടെ താമസിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് അവരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുക. ഭൗതികമായ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടൊന്നും അനുഗ്രഹം ലഭിക്കില്ല. മാതാവിൻ്റെ അനുഗ്രഹം, പിതാവിൻ്റെ അനുഗ്രഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പഴയ നിയമത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഇസ്ഹാക്ക് പിതാവ്, യെശയ്യാവ് മൂത്തമകൻ, യാക്കോബ് ആ മൂത്തമകൻ്റെ അവകാശം ഉപായത്തിലൂടെ തട്ടിയെടുത്ത് അനുഗ്രഹം നേടിയെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും, മാത്രമല്ല തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ മാതാവും പിതാവും ഒക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. ദൈവം അനുഗ്രഹിക്കുന്ന പോലെ തന്നെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മക്കളെ തലയിൽ കൈവച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് താല്പര്യം വിദ്യാർത്ഥികൾക്ക് പലർക്കുമില്ല. അവരെ ചീത്ത പറയുകയും അവരെ കളിയാക്കുകയും അവർക്ക് നിക്നെയിം അല്ലെങ്കിൽ ഇരട്ടപ്പേര് നൽകി അവരെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണുന്നത്. ചില വിദ്യാർത്ഥികൾ അവരോട് തട്ടിക്കയറുന്നവരുണ്ട്, ദേഹോദ്രവം ഏൽപ്പിക്കുന്ന വിദ്യാർത്ഥികൾ വരും. അതൊക്കെ അവർക്ക് അനുഗ്രഹത്തിന് തടസ്സമായി തീരുകയും അതൊക്കെ ശാപമായി തീരുകയും ചെയ്യും. അപ്പൊ അനുഗ്രഹം എന്നുള്ളത് മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും കൊടുക്കുന്നത് മാത്രം അല്ല, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ എപ്പോഴും മക്കളെ അനുഗ്രഹിക്കാനായിട്ട് തയ്യാറായിരിക്കണം. അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം നല്ല അഭിവൃദ്ധി പ്രാപിക്കും, ഐശ്വര്യപൂർണ്ണമായിരിക്കും. അതുപോലെ തന്നെ അവരുടെ മക്കളെയും തലമുറകളൊക്കെ അനുഗ്രഹത്തിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കും. അത് ഭൗതികമായ അനുഗ്രഹം. പക്ഷെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊലോസ്യർ 3:14 പറയാണ്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടെ നമ്മിൽ വസിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കണം. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കും. ദൈവവചനം നല്ലപോലെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയിലാണ് ദൈവം വസിക്കുന്നത്. അപ്പൊ ആ ദൈവം വസിക്കുന്ന ഒരവസ്ഥയിൽ ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി നമുക്കുണ്ടാവും. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതായത് ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം അധ്യായം 9-10 പറയുന്നുണ്ട്, സകല നാമത്തിലും മേലായ നാമമാണ് എന്നുള്ളത്. എല്ലാ മുട്ടും അവിടെ മടങ്ങും. അപ്പൊ അതാണ് യേശുവിന്റെ നാമം എന്ന് പറയുന്നത്. ആ നാമം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, ആ നാമത്തിൽ പ്രാർത്ഥിക്കാനായിട്ട്, ആ നാമത്തിൽ ആശ്രയിക്കുവാനായിട്ട്, ആ നാമത്തിന്റെ ശക്തി മനസ്സിലാക്കാനായിട്ട് അത് നമുക്ക് കഴിയുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ദൈവാനുഗ്രഹം ലഭിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പഠിപ്പിക്കലാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹമുള്ളിടത്താണ് ദൈവാനുഗ്രഹം ഉണ്ടാവുക. പരസ്പരം സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് ധാരാളമായി ലഭിക്കും. പിന്നെ നമ്മുടെ ചിന്തകള്, വികാരങ്ങള്, തീരുമാനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചിന്തയെ അത് സ്വാധീനിക്കും. സാധാരണ ബൈബിൾ ശരിക്കും മനസ്സിലാക്കി വായിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്തയെ ബൈബിൾ ഭരിക്കും, ഗവേൺ ചെയ്യും, അല്ലെങ്കിൽ അത് സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബൈബിളിലെ വചനങ്ങൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും.
അപ്പൊ ചിന്തകളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് പിന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. പലപ്പോഴും വികാരങ്ങൾ നമ്മളെ ഭരിക്കുകയും നമ്മൾ കൺട്രോളില്ലാത്ത, നിയന്ത്രണമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളായിരിക്കണം. ചിന്തകളിൽ ദൈവവചനം നിറയണം എന്നർത്ഥം. അതിന് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് കഴിയും, ഡിസിഷൻസ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ട്, അത് ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടായിരിക്കണം. ആ തീരുമാനങ്ങളാണ്, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതം വിജയകരമാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് തെറ്റായ തീരുമാനം എടുക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടായിരിക്കണം. അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും നമ്മുടെ ചിന്തകളിൽ അതുണ്ടായിരിക്കുകയും നമ്മുടെ വികാരങ്ങളിൽ അതുണ്ടായിരിക്കുകയും വേണം. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതാണ് നമ്മളെന്നാണ് പറയുന്നത്. ചിന്തകൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ വികാരങ്ങളും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മാത്രമല്ല വികാരങ്ങളുടെ മേൽ നമുക്ക് അധികാരം ഉണ്ടായിരിക്കും. വികാരങ്ങൾ നമ്മളെ ഭരിക്കുകയില്ല. കോപം, വൈരാഗ്യം, വിദ്വേഷം, അശുദ്ധമായ ചിന്തകൾ, വികാരങ്ങൾ, അതെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളതാണ്. തീരുമാനങ്ങളാണ് ജീവിതത്തിൽ നമ്മളെ നയിക്കുന്നത്. നമ്മുടെ മുമ്പിൽ മരണം ജീവനും ദൈവം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനുഗ്രഹവും ശാപവും വെച്ചിട്ടുണ്ട്. അതിലേത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ജീവനെ നമ്മൾ തിരഞ്ഞെടുക്കണം, അനുഗ്രഹം നമ്മൾ തിരഞ്ഞെടുക്കണം. അതാണ് നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. അപ്പൊ ആ തീരുമാനത്തിനനുസരിച്ചാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രവർത്തനം ഉണ്ടാകുന്നത്, ആക്ഷൻസ് വരുന്നത്. അവനിങ്ങനെ ദൈവവചനം വായിക്കുകയും അവൻ ചിന്തകളെ ദൈവവചനം ഭരിക്കുകയും ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ വികാരങ്ങൾ അവനെ നിയന്ത്രിക്കുകയും അവന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുകയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. പ്രവൃത്തി കൂടാത്ത വിശ്വാസം ജീവമാണെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പ്രവൃത്തികള് പ്രാവർത്തികമാക്കണമെന്നുള്ളത് യാക്കോബ് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. 1 ശമൂവേൽ 2:3 ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ തൂക്കി നോക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മളെ എത്ര കണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ദൈവം സാധാരണ നിലയ്ക്ക് അത് നമ്മൾ കണ്ണുനീര് തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് കണക്കുകൂട്ടുകയും തൂക്കി നോക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ശമൂവേൽ 1-ാമത്തെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രവൃത്തികളാണ് പിന്നീട് നമ്മുടെ ശീലങ്ങളായിട്ട് മാറുക, നമ്മുടെ ഹാബിറ്റ്സ് ആയിട്ട് മാറുക. നമ്മുടെ ഹാബിറ്റ്സ് ആണ് പിന്നെ നമ്മുടെ സ്വഭാവമായിട്ട് മാറുക. അങ്ങനെ ആ സ്വഭാവം നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശീലങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം എന്താണെന്നുള്ളത് വിലയിരുത്തുന്നത് മറ്റുള്ളവരാണ്. അത് ക്രിസ്തുവിന്റെ സ്വഭാവം തന്നെയായിരിക്കണം. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹവും അഭിവൃദ്ധിയും ഉണ്ടാവും. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹവും അഭിവൃദ്ധിയും ഉണ്ടാവും. അങ്ങനെ 10 പറയുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എല്ലാ മേഖലകളിലും ജീവൻ, നമ്മുടെ ജീവിതം തന്നെ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന്, ധാരാളമായി അഭിവൃദ്ധി പ്രാപിക്കുന്നതിന്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു പ്രത്യേക കാര്യമാണെന്ന് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം, ധാരാളമായിട്ടുണ്ടായിരിക്കണം. അത് നമ്മൾ കുറച്ചൊന്ന് അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളത് കൂടിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട്, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാതെ പോകുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതം
പരാജയപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഈ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാകുന്നതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. തീരുമാനങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. നമ്മുടെ പ്രവൃത്തികളൊക്കെ തന്നെ ദൈവം തൂക്കി നോക്കുന്നു എന്നുള്ളതാണ്. പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാ മേഖലകളിലും ഉള്ളവരെയും ദൈവം അനുഗ്രഹിക്കും. അതായത് നമ്മളെ അനുഗ്രഹിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കച്ചവടം ചെയ്യുകയാണെങ്കിൽ കച്ചവടത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എല്ലാ രീതിയിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ആത്മീയ അനുഗ്രഹമുണ്ട്, മറ്റൊന്ന് ഭൗതികമായ അനുഗ്രഹമാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ച കാര്യം നമ്മൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നുള്ള ആ ഭാഗ്യവതിയായ അവസ്ഥയെക്കുറിച്ച് പുതിയ നിയമത്തിലെ വിശുദ്ധ കന്യാമറിയാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ധന്യമാകണം എന്നുള്ളൊരു മോഹം നമ്മുടെ മനസ്സിനുണ്ടായിരിക്കണം. അത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ദൈവമേ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു എന്ന് പറയാൻ ആ അനുഗ്രഹം പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക് പിതാക്കന്മാരുടെ അനുഗ്രഹം മക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബം, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്നുള്ള നമ്മൾ വായിച്ചു കേട്ടു. അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നേരെ മറിച്ച് അവരുടെ ശാപം അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വേദന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലും അത് പ്രത്യേകമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അവരെങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ ജീവിതം, അവരുടെ പാശ്ചാത്തലമൊക്കെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ദൈവമായിട്ട് അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. അവർക്ക് ദൈവജനമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ദൈവജനത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളത്. നമ്മൾ അനുഗ്രഹിക്കുന്നത് ആത്മീയമായിട്ട് അനുഗ്രഹിക്കും. ആത്മീയ അനുഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളത്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ലഭിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ചിലർക്കൊക്കെ ദൈവവിളി ലഭിക്കുക എന്നുള്ളതും ആ ദൈവത്തിൻ്റെ ആത്മീയമായ അനുഗ്രഹമാണ്. അതുപോലെ ഭൗതികമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഈ മറ്റേ ആത്മീയമായ അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കാനായി തുടങ്ങും. അപ്പം നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷവും, സ്നേഹവും, ദയയും, ദീർഘക്ഷമയും, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരു വാഞ്ചയും, സൗമ്യതയും, വിശ്വസ്തതയും, ഇന്ദ്രിയം, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവൊക്കെ നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഭൗതികമായ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പറയാറുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയാറുണ്ട്. ഏറ്റവും വലിയ സമ്പന്നത, ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുക. അപ്പോൾ നമ്മൾ പറയാറുണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനമാണ്. അപ്പോൾ വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ, വരുമാനം ഉണ്ടാകുന്ന ഒരു തൊഴിൽ ലഭിക്കുക എന്നുള്ളതും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആവശ്യത്തിനുള്ള സാമ്പത്തിക ധനം നമുക്ക് ലഭിക്കുക എന്നുള്ളത്, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അത്രയും ധനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരാണെന്ന് പറയാം. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതികമായ ഒരു അനുഗ്രഹമാണ്. കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എത്രയോ ആളുകൾ കുടുംബം ഉണ്ടാക്കാൻ പറ്റാതെ അവിവാഹിതരായിട്ടൊക്കെ കഴിയുന്ന ആളുകളൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സാഫല്യം ഉണ്ടാകുന്നില്ല. അവർക്ക് അതിൻ്റെ ഒരു ജീവിതത്തിലെ ആ കുടുംബം എന്നുള്ള അനുഗ്രഹം ദൈവത്തിന് ലഭിക്കാതെ പോകുന്ന അനേക ആളുകളെ ലഭിക്കുകയാണ്. ചിലർക്ക് കുടുംബം ലഭിച്ചാൽ തന്നെ ജീവിത പങ്കാളി അവർക്ക് പറ്റിയതായിരിക്കില്ല. അപ്പോൾ പ്രശ്നങ്ങളായി, ഡൈവേഴ്സായി, അങ്ങനെയൊക്കെയുള്ള തകർച്ചകളൊക്കെ വരും. അനുഗ്രഹം ലഭിക്കാത്ത അവസ്ഥ വരും. അതുപോലെ തന്നെ കുടുംബം ലഭിച്ചാലും മക്കൾ നന്നായില്ലെങ്കിൽ ദൈവാനുഗ്രഹം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ എത്ര ആളുകൾ വീടില്ലാത്തവരുണ്ട്. ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വീട് ലഭിക്കും, വാഹനം, അതൊക്കെ ദൈവത്തിൻ്റെ ഭൗതികമായ
അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് വേണം. അതൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിച്ച് നമുക്ക് വാങ്ങിക്കണം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കണം. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നല്ല ദൈവമാണ് ദൈവം. ആ ദൈവത്തിനെ നമ്മൾ മഹത്വപ്പെടുത്തുകയും ആ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. ഈ ദിവസത്തിനായി നിന്നെ സ്തുതിക്കുന്നു, ഈ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, തിരുവചനങ്ങളിൽ കൂടി കടന്നു പോകാൻ തക്കോണം ഞങ്ങളെ നീ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. അവിടുന്ന് നിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയുവാനിടയായതിനോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആത്മീയമായ അനുഗ്രഹങ്ങളും ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ കേട്ടു കർത്താവേ. ആത്മീയമായ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ തക്കോണം ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അത് ലഭിക്കാത്തവർക്ക് വേണ്ടി അത് കിട്ടുവാൻ തക്കോണം ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നിത്യജീവനും രക്ഷയും സ്വർഗവും ലഭിക്കാൻ തക്കോണം ഓരോ വ്യക്തികളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ആത്മീയമായ അനുഗ്രഹത്താൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ കർത്താവെ വേണ്ടതെല്ലാം ആലോചനയിലൂടെ ചിന്തയിലൂടെയും കടന്നു വന്ന് കർത്താവെ നേർവഴിക്ക് നടത്തുവാൻ തക്കോണം ഞങ്ങളെ നീ സഹായിക്കുന്ന പോലെ എല്ലാവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കർത്താവെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് അവിടുന്ന് വചനത്തിനനുസരിച്ച് അവിടുന്ന് കേട്ടു കർത്താവെ. അവിടുന്ന് ആദ്യം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഉൽപ്പത്തിയിൽ കൂടി നാം അത് വായിച്ചു കേട്ടു കർത്താവെ. അവിടുന്ന് ദൈവമേ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന പോലെ നമ്മളെല്ലാവരെയും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അബ്രഹാം അനുഗ്രഹിച്ചവരെ ദൈവം അനുഗ്രഹിക്കും, അബ്രഹാം ശപിച്ചവരെ ദൈവം ശപിക്കുമെന്ന് വചനത്തിൽ കൂടി കേട്ടതിനാ സ്തോത്രം ചെയ്യുന്നു ദൈവമേ. അവിടുന്ന് നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം അബ്രഹാമിന് കൊടുത്തുപോലെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറിയയ്ക്ക് കൊടുത്ത അത്ഭുതം അവിടുന്ന് കർത്താവെ യേശുവിനെ പോലെ പുത്രനെ പ്രസവിപ്പാൻ തക്കവണ്ണം ആ കന്യകയിൽ കൂടി പ്രസവിപ്പാൻ തക്കവണ്ണം നീ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ആ കന്യകയെ കർത്താവ് ഭാഗ്യവതിയെ വിളിക്കാൻ തക്കവണ്ണം ലോകം മുഴുവനും എന്നും പാടി സ്തുതിപ്പാൻ തക്കവണ്ണം അവിടുന്ന് നീ കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. അവിടുന്ന് കർത്താവെ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടുന്ന് കൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഭൗതികമായ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായി ജീവിക്കുവാനും ആരോഗ്യത്തോടെ ജീവിപ്പാനും കർത്താവെ ആവശ്യത്തിനുള്ള ധനം അവിടുന്ന് ലഭിപ്പാനും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദൈവമേ. മക്കളെ കൊടുക്കുവാനും മരുമക്കളെ കൊടുക്കുവാനും അവിടുന്ന് പേരക്കുട്ടികളെ കൊടുക്കുവാനും അവരെ കാണുവാനും തക്കവണ്ണം നീ ഞങ്ങളെ സഹായിച്ചതുപോലെ എല്ലാവരും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിന്റെ ഭൗതികമായ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് ആരോഗ്യമുണ്ടാകാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് എല്ലാവരെയും വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവിടുന്ന് കർത്താവെ ശരീരത്തിൽ മനസ്സിനാത്മാവിനും ശക്തി പകർന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാൽ നിറയുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെയും കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ നിന്റെ മുഖത്തേക്ക് നോക്കി ഒരാൾ ലക്ഷ്യത്തിലായിട്ടില്ല കർത്താവെ. ആത്മീയമായ അനുഗ്രഹങ്ങൾ ലഭിപ്പാൻ തക്കവണ്ണം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവിടുന്ന് നീ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എല്ലാവരും ബൈബിൾ വായിക്കാനും പഠിക്കുവാനും അവിടുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിന്നെ കുറിച്ചുള്ള ചിന്തകളാൽ നിറയുവാൻ തക്കവണ്ണം ബൈബിൾ വായിച്ച് മനനം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബൈബിൾ വായിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകണമേ. മാതാപിതാവ് ഗുരു ദൈവമെന്ന് ആ വചനത്തിലൂടെ നമ്മൾ കടന്നുപോയി കർത്താവെ. അവിടുന്ന് മാതാവിനെ പിതാവിനെയും കുടുംബത്തിലെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരെ അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ തക്കവണ്ണം കർത്താവെ ഓരോ കുടുംബത്തിലെ മക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് ജീവിതം കൊടുത്ത് അവിടുന്ന് വലുതാക്കിയ മക്കള് അവിടുന്ന് കർത്താവെ അവർ മാതാപിതാക്കളെ മറന്നു പോകുമ്പോൾ അവരെ കുറിച്ച് ചിന്തിക്കാതെ നടക്കുന്ന അവസരത്തിൽ അവിടുന്ന് അത് ശാപമായി തീരുവാനിടവരും എന്ന് നീ അവിടുന്ന് വചനത്തിൽ കൂടി സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മാതാപിതാക്കളുടെ സ്നേഹം പരിരക്ഷയും ലഭിപ്പാൻ തക്കവണ്ണം അനുഗ്രഹം ലഭിപ്പാൻ തക്കവണ്ണം ഓരോ കുടുംബത്തിലെ മക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കളെ നേർവഴിക്ക് നടത്തുവാൻ തക്കവണ്ണം മാതാപിതാക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് നിന്റെ കൃപ മക്കളിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠിപ്പ്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം എല്ലാം കൃത്യസമയത്ത് നടക്കുവാൻ തക്കവണ്ണം
ദൈവത്തിൻ്റെ ഭൗതികമായ നന്മകളെ കൊണ്ട് ആ കുടുംബങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളും യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ അവിടുന്ന് കൃപ വർഷിച്ച് ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് നിന്റെ ഒരു അനുഗ്രഹമാണ്. ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ലോകം കടന്നു പോയിരിക്കുന്നു ദൈവമേ. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, ഓരോ വ്യക്തികളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ശരിയായി തീരുവാൻ തക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ലോകമെമ്പാടും ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കർത്താവെ എല്ലാ ഭവനങ്ങളെയും വിട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും അത് പകരാതെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വന്നവരെല്ലാം സുഖപ്പെടുവാൻ തക്കോണം സഹായിക്കണമേ. അവരുടെ ആരോഗ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കൊറോണ വൈറസിനെ മേൽ കർത്താവെ നിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നിന്റെ തിരക്കം തെളിച്ച് അവരെ ആ വൈറസിനെല്ലാം നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനെക്കുറിച്ച് ചൊല്ലി വേദനിക്കുന്ന എല്ലാ വ്യക്തികളുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമേ. എല്ലാ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. എല്ലാവരും കൂടിയിരിക്കുന്ന രോഗികൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. ആസ്പത്രികളിലേക്ക് എല്ലാം നീ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് നിനക്കല്ലാതെ അതിന് മറ്റാർക്കും സാധ്യമല്ല നിങ്ങൾ അറിയുന്നു കർത്താവേ. അവിടുന്ന് ലോകമെമ്പാടുള്ള എല്ലാ ജനങ്ങളുടെ മേലും യേശുവിന്റെ രക്തം തെളിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രക്തത്തിന്റെ വലിയതായ അവിടുന്ന് കവചം ധരിപ്പാൻ തക്കവണ്ണം ഓരോ മക്കളെ സഹായിക്കണമേ. പുതിയ വൈറസ് രോഗികളില്ലാതെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകർന്നവർക്കെല്ലാം സൗഖ്യം നൽകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹെൽത്ത് ജീവനക്കാരെ സമർപ്പിക്കുന്ന അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ നീ തുടർന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്വാറന്റൈനിലുള്ളവരെ തുടർന്ന് കർത്താവേ, ആസ്പത്രിയിലുള്ളവരെ തുടരണമേ കർത്താവേ. എല്ലാ ജീവനക്കാരെയും തൊഴേ അതുമൂലം ഭയപ്പെട്ടിരിക്കുന്ന അടുക്കിലേക്ക് കടന്നു ചെല്ലണമേ. ആരും ആത്മഹത്യ ചെയ്യാതെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജീവനെ നശിപ്പിക്കാൻ അവിടുന്ന് ഇടവരുത്താതെ നീ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ജീവൻ സമൃദ്ധിയായി നൽകുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളുടെ പേരും പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന അനേകരുണ്ട് കർത്താവേ. അവരുടെ അടുക്കിലേക്ക് എല്ലാം കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെല്ലാം തുടർന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കൃപ അവരിലേക്ക് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേക രോഗികളെ സൗഖ്യമാക്കിയ യേശുവേ, അവിടുന്ന് കർത്താവേ നിനക്ക് അവിടുന്ന് അവരെ തൊടുവാൻ സൗഖ്യമാകുന്ന കുരുടന്മാരോട് പറഞ്ഞതുപോലെ കർത്താവേ, കുഷ്ഠരോഗികളോട് പറഞ്ഞതുപോലെ കർത്താവേ, ഇപ്പോഴുള്ള ഈ രോഗികളോട് നീ പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കൃപ അവരിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൗഖ്യപ്പെടുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരുണ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സൃഷ്ടിച്ചാക്കിയ നിന്റെ മക്കളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു കർത്താവ്, നിന്റെ ശക്തി അയച്ചു കർത്താവ്, രക്തം അയച്ച് അവിടുന്ന് ശുദ്ധീകരിച്ച് എല്ലാവരും സൗഖ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, രോഗികളായ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, യുവതിവാക്കുമാരെ അനുഗ്രഹിക്കണമേ, ഗർഭിണികളെ അനുഗ്രഹിക്കണമേ കർത്താവേ. വിവാഹം കഴിഞ്ഞവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് നിന്റെ കൃപാവിലേക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവിധ രോഗികളെയും എല്ലാവിധ പ്രായം ചെന്നവരെയും നീ അവിടുന്ന് നിന്റെ കരങ്ങളിലേക്ക് തരുന്നു അപ്പാ. സ്വർഗത്തിലെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കൃപ അവിടുന്ന് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്മേൽ നിന്റെ കൃപ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരുണയും കൃപയും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം കഴിഞ്ഞു പോകും കർത്താവേ. അടുത്ത ദിവസം ഞങ്ങൾ ഉണ്ടല്ലേ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും കർത്താവേ, നിന്റെ കൃപയാൽ ഓരോ ദിവസവും ഞങ്ങൾ നിറച്ചിത്രത്തോളം വഴി നടത്തേനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഭൗതിക നന്മകളാലും ആത്മിക നന്മകളാലും ഞങ്ങളെ നിറച്ചിരിക്കാൻ സ്തോത്രം. അവിടുന്ന് വീണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വേല ചെയ്യാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ദൂതറിയിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് തന്ന വലിയ അവസരത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാം ജീവന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.